ഇറാൻ അമേരിക്ക സംഘർഷം കൂടുതൽ വഷളാകാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെ വലിയൊരു സൈനിക നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രയേൽ എന്നും വരും ദിവസങ്ങളിൽ അമേരിക്ക ഡസൻ കണക്കിന് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇസ്രയേലിലേക്ക് അയക്കുന്നുണ്ടെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനായുള്ള നാവിക ഉപരോധം ഉറപ്പാക്കാൻ മിഡിൽ ഈസ്റ്റിൽ പെട്രോളിംഗ് നടത്തുന്ന അമേരിക്കൻ സേനയുടെ നീക്കങ്ങളും സൈനിക ഉപകരണങ്ങളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാവിക വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് IRGC നേവി കമാൻഡ് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ മേഖലയിലെ കടലിൽ പ്രവർത്തിക്കുന്ന സെൻകോം നാവിക വിഭാഗങ്ങൾക്കെതിരെ ഇറാനിയൻ സായുധസേന നടത്തുന്ന ഒരു സൈനിക നീക്കത്തിന്റെ നിർണായക നിമിഷത്തിലേക്കാണ് അമേരിക്കക്കാർ ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ഇറാൻ സർക്കാർ ടെലിവിഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. കാത്തിരുന്ന് കാണുക എന്ന ഒരു മുന്നറിയിപ്പോടെയാണ് ആ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. നിലവിൽ ഇസ്രായേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ ഏകദേശം 30 സൈനിക ഇന്ധന വിമാനങ്ങളും രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും അത്രയും എണ്ണം വിമാനങ്ങളും അമേരിക്കയ്ക്കുണ്ട്. ഇറാനിൽ നിന്നുള്ള ആക്രമണ സാധ്യത കൂടുതലായതിനാൽ മേഖലയിലെ മറ്റ് വ്യോമത്താവളങ്ങൾക്ക് പകരം ബെൻഗുറിയോൺ കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്ക തങ്ങളുടെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുക. ട്രംപ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ആണവ വിഷയത്തിൽ തന്റെ നിബന്ധനകൾ അംഗീകരിക്കാനും ഇറാൻ ഭരണകൂടത്തെ നിർബന്ധിതരാക്കുന്ന തരത്തിൽ സംഘർഷം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ഗൾഫ് മേഖല വീണ്ടും അതീവ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും അമേരിക്കൻ ആക്രമണം രൂക്ഷമായതോടെ അമേരിക്കയ്ക്ക് ഇറാൻ അന്ത്യശാസനം നൽകിയിട്ടുമുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം സമ്പൂർണ്ണ നശീകരണത്തിനുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ തായ്ലൻഡ് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും തകർത്ത അമേരിക്ക ഇറാന്റെ ഊർജ്ജ വൈദ്യുതി മേഖലകളെയും ലക്ഷ്യമിടുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ 8 സിവിലിയന്മാർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്കും സിറിയയിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിനും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഗൾഫ് മേഖലയിലെ ഈ പുതിയ ഏറ്റുമുട്ടൽ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന ഭീഷണിയായി വളർന്നിരിക്കുകയാണ്. ചർച്ചകളൊന്നും ഇനി ഉണ്ടാകില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകരാജ്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.